കൺട്രി ക്ലബ് വൈൽഡ് ലൈഫ് റിസോർട്ട്. ഹായ് ഗൈസ്, നമ്മൾ ഇന്ന് എത്തിയിരിക്കുകയാണ് ബന്ദിപ്പൂരിലുള്ള കൺട്രി ക്ലബിന്റെ വൈൽഡ് ലൈഫ് റിസോർട്ടിലാണ്. ഒരു സൂപ്പർ പ്രീമിയം റിസോർട്ടാണ് കേട്ടോ. അപ്പൊ ഇവിടെ നമ്മൾ എത്താൻ വേണ്ടിയിട്ട് കുറെ ദൂരം ഫോറസ്റ്റിനുള്ളിലൂടെ വന്നിട്ടുണ്ട്. ഈ ഫോറസ്റ്റിൽ നിറയെ മൃഗങ്ങളൊക്കെ നമുക്ക് കണ്ടുകൊണ്ടാണ് എത്തിയിട്ടുള്ളത്. ഇനി ഇവിടെ എന്തൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ടെന്ന് നമുക്ക് കാണാം. ഞാൻ കൺട്രി ക്ലബ് മെമ്പറാണ്, ഫാമിലി മെമ്പറാണ്. ഇവിടേക്ക് സിഗ്നലൊക്കെ ഔട്ടായിരുന്നു ഇടയ്ക്ക്. പിന്നെ സൈൻ ബോർഡ് നോക്കിയിട്ടാണ് വന്നത്. എല്ലാവരും ശ്രദ്ധിച്ചു വരിക. ഇവിടുത്തെ എന്തൊക്കെ ആക്ടിവിറ്റീസാണ് ഉള്ളതെന്ന് നമുക്ക് ചോദിച്ചും കണ്ടൊക്കെ അറിഞ്ഞ് നിങ്ങളെ അറിയിക്കും. അതാണ് നമ്മുടെ ഉദ്യമം. ഇവിടെ നമ്മുടെ സെക്യൂരിറ്റി വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. Hi, how are you? Fine, sir. This is Country Club. Yes. Yeah. Welcome to Bandipur. Thank you very much for you. Nice to meet you. Thank you very much. Last 2 years we try to come Bandipur here. Okay. Okay. You are here from last? Yes, sir. How many years? 12 years. 12 years. Sorry, 14 years. 14 years. Oh, 14 साल से इधर इधर ही काम कर रहा हूँ. अच्छा पूरा अच्छा है. अच्छा है. अच्छा मौसम तो अच्छा है, तो जगह भी अच्छा बहुत कुछ है. ओके रूम देखेगा, उधर वॉच टावर देखेगा, पूरा ना पूरा. ओके हम लोग इधर ही था 1-2 दिन. अच्छा. कुछ आपका नाम? रवि. मेरा नाम नासर है. ओके. देखेगा. थैंक यू. വെൽക്കം. ഓക്കെ, അടിപൊളി. നല്ല ഒരു പ്ലസന്റ് മൈൻഡോടുകൂടി തന്നെ നമ്മള് തുടങ്ങാണ്. ഓക്കെ, നമ്മള് ഫാമിലി ഒക്കെ ഡ്രോപ്പ് ചെയ്ത് ഞാൻ സെക്യൂരിറ്റി നമ്മളോട് ഒരു വിഷ് ഒക്കെ ചെയ്ത് നമ്മൾ കൺട്രി ക്ലബിന്റെ റിസപ്ഷൻ ഏരിയയിലേക്കാണ് പോകുന്നത്. ഇതാണ് മെയിൻ ആയിട്ടുള്ള ഒരു റിസപ്ഷൻ ഏരിയ. വിശാലമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ തന്നെയാണ് അവരുടെ പിന്നെ നമുക്കൊക്കെ ഉള്ള ഇൻഡോർ ഗെയിംസും ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ട്. സൗകര്യപ്രദമായ സ്ഥലമാണ്. വൈകിട്ടായാലും ഫാമിലികളൊക്കെ വന്നിട്ട് ഇങ്ങനെ സൊറ പറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. റൂം കിട്ടി, കുഴപ്പമില്ല, അടിപൊളി റൂമാണ്. എന്നാലും ഭയങ്കരമായിട്ടുള്ള സെറ്റപ്പ് ഒന്നും വിചാരിച്ചു വരരുത്. നോർമൽ റൂമാണ്. പിന്നെ ഇവിടെ നമുക്ക് മൃഗങ്ങളെ കാണാന്ന് പറഞ്ഞല്ലോ. മൃഗങ്ങളിൽ കുരങ്ങന്മാരുടെ ഒരു കൂട്ടം തന്നെ ഇവിടെ ഉണ്ട്. ഭയങ്കര ആക്ടിവിറ്റീസ് ആണ്. നോക്കൂ, നമ്മള് മാനിനെ കാണാൻ ഇഷ്ടപ്പെടുന്നവരാണല്ലോ അല്ലെ. നോക്കൂ, മാനെ ഇങ്ങനെ നമ്മുടെ കൈയെത്താ ദൂരത്ത് എന്ന് പറയും പോലെ ഇങ്ങനെ കാണാം. നമുക്ക് കണ്ടോ, ഈ മാന ഒന്നല്ല, ഒരു കൂട്ടം മാനകൾ നമ്മുടെ ഡോറ് തുറന്നാൽ മുന്നിൽ കാണാം. പിന്നെ ടർക്കി കോഴിയെ പോലത്തെ വിവിധ മൃഗങ്ങളെ നമുക്ക് കാണാം. നമ്മളിതാ ഇങ്ങനെ കടന്നു പോവാണ് കോറിഡോറിലേക്ക്. ഈ കോറിഡോറിന്റെ മറുഭാഗത്താണ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന വിവിധ ആക്ടിവിറ്റീസ് ഉള്ളത്. ക്യാരം ബോർഡ് നമുക്കിവിടെ കാണാം. അതോടൊപ്പം തന്നെ നമുക്ക് വിവിധ ആക്ടിവിറ്റീസ് ഉണ്ട്. അതിലെ മറ്റൊരു കാര്യമാണ് ടെന്നീസ് കോർട്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ടേബിൾ ടെന്നീസ് ആണ്. ടേബിൾ ടെന്നീസിന്റെ റൂമിനകത്ത് നമുക്ക് അറിയുന്ന രൂപത്തിലൊക്കെ ഒന്ന് കളിച്ചു നോക്കുകയാണ് കേട്ടോ. ഇതാ മറ്റൊരു ബില്ലിയാർഡ്സ്. ഇത് ഇവിടുത്തെ ഒരു പെയ്ഡ് ആണ്. 100 രൂപ നമ്മൾ പേ ചെയ്താൽ 1 അവർ നമുക്ക് ട്രെയിനിങ് കിട്ടും. നമുക്ക് കളിക്കുകയും ചെയ്യാം. ക്യാരംസ് കളിച്ചുകൊണ്ടിരിക്കുന്ന മക്കള് ഒരു ഭാഗത്ത്. അങ്ങനെ ഒത്തിരി ആളുകൾ ഇങ്ങനെ ഫാമിലി ആയിട്ട് ഇത് എന്റർടൈൻ ചെയ്യുന്നത് കാണുമ്പോൾ നമ്മളെ ബന്ദിപ്പൂരിലെ ഈ കൺട്രി ക്ലബിന്റെ ആക്ടിവിറ്റീസ് മനോഹരം. നമ്മളിവിടെ എത്തിയിരിക്കുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ ആക്ടിവിറ്റീസ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ്. സ്വിമ്മിംഗ് പൂൾ, വിശാലമായ സ്വിമ്മിംഗ് പൂളാണ് കേട്ടോ. ഒരു 5 സ്റ്റാർ ഫെസിലിറ്റി ഉള്ള സ്വിമ്മിംഗ് പൂളാണ്. മീൻസ് അതിന്റെ ഒരു വിഡ്ത്തും ലെങ്ത്തും സൈസും ഒക്കെ കണ്ടാൽ മനസ്സിലാവും. ഒരുപാട് കുട്ടികൾ ഇന്നിവിടെ ഇതിൽ കളിക്കുന്നുണ്ട്. ഇത് സ്കൂളിലെ വിദ്യാർത്ഥികൾ വന്നിട്ട് അവർക്കൊരു ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്. ഒരു ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട്. ഈ ചിൽഡ്രൻസ് പാർക്കിലാണ് വൈകിട്ടായി കഴിഞ്ഞാൽ കുട്ടികളൊക്കെ എത്തും, കളിക്കുകയൊക്കെ ചെയ്യും. പിന്നെ ടെന്നീസ് കോർട്ട്, നേരത്തെ പറഞ്ഞതുപോലെ ഔട്ട്ഡോറിൽ നമുക്ക് ആക്ടിവിറ്റീസ് ഉണ്ട്. അത് നമുക്ക് ഫുട്ബോൾ കളിക്കാം, ക്രിക്കറ്റ് കളിക്കാം, എല്ലാത്തിനുള്ള സൗകര്യങ്ങളും ഇവിടെ വിശാലമായ ഈ ഒരു കാട്ടിനുള്ളിൽ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ബന്ദിപ്പൂരിലെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമുക്ക് സൈക്ലിംഗ് ഇവിടെ 100 രൂപ കൊടുത്താൽ നമുക്ക് സൈക്കിൾ 1 അവറിലേക്ക് കിട്ടും. ഇത് മുഴുവൻ ഏരിയയിലും ഇതിന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോ കാണുന്നത് നമ്മുടെ ചെങ്കിൾ സ്റ്റുഡിയോ ആണ്. ഇതിലാണ് G7 റൂമാണ് എനിക്ക് കിട്ടിയത്. ഇതിനപ്പുറത്ത് വിവിധങ്ങളായ റൂമുകളൊക്കെ ഉണ്ട്. വില്ലാസൊക്കെ ഉണ്ട്. എലഫന്റ് വില്ല എന്നൊക്കെ പറഞ്ഞ വിവിധ പേരുകൾ. ഇത് നൈറ്റ് വൈബ് ആണ്. അടിപൊളിയാണ്. സൂപ്പർ വൈബ്. നോക്കൂ, നമ്മളെല്ലാം റിസോർട്ടിന്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആണ് റെസ്റ്റോറന്റ്. ഒരു 5 സ്റ്റാർ ഫെസിലിറ്റി റെസ്റ്റോറന്റ് ആണ്. വിശാലമായ ബുഫേ ആണ്. നൈറ്റും അതുപോലെ മോർണിംഗും ലഞ്ചും ഒക്കെ ഉണ്ട് വരുന്നത്. ഈ റെസ്റ്റോറന്റിൽ ഇരുന്നിട്ട് അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് സ്വിമ്മിംഗ് പൂൾ നന്നായിട്ട് ആസ്വദിക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഈ സ്വിമ്മിംഗ് പൂളിലെ ആക്ടിവിറ്റീസ് ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ വേണ്ടി പറ്റും. വളരെ മനോഹരമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് സ്വിമ്മിംഗ് പൂളും ഈ റെസ്റ്റോറന്റും.
അതുപോലെ പിന്നെ റിസപ്ഷൻ ഏരിയ. പിന്നെ ഞങ്ങൾ അന്നത്തെ ദിവസം എൻജോയ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ച് കാള വണ്ടിയിലെ യാത്രയായിരുന്നു. ഗ്രാമങ്ങൾ, തൊട്ടടുത്തുള്ള ചെറിയ ഗ്രാമങ്ങളൊക്കെ കാളവണ്ടിയിൽ പോകാം. 500 രൂപ പേയ്മെന്റേ ഉള്ളൂ. ഇദ്ദേഹം നല്ല എക്സ്പീരിയൻസ്ഡ് ആണ്, ധൈര്യത്തിൽ പോകാട്ടോ. എൻ്റെ വൈഫിന് ഭയങ്കര പേടിയായിരുന്നു. പക്ഷെ അവരെല്ലാവരും ചേർന്ന് ഞങ്ങൾ ഈ കാളവണ്ടിയിൽ ഈ വില്ലേജൊക്കെ നന്നായി കണ്ട് മനസ്സിലാക്കി, അവിടുത്തെ ജീവിത രീതിയൊക്കെ മനസ്സിലാക്കി ചില സപ്പോർട്ടുകളൊക്കെ ചെയ്യാമെന്ന ഉദ്ദേശത്തിലാണ് ഞങ്ങൾ തിരിച്ചു പോരുന്നത്. അപ്പോൾ ഈ ഗ്രാമങ്ങൾക്ക് ഭയങ്കര ഒരു പഴമ ഉണ്ട് അവിടുത്തെ ആളുകൾക്കൊക്കെ. അതിനുശേഷം നമ്മുടെ കുട്ടികളെ കൊണ്ട് തന്നെ ഈ കാള വണ്ടി ഓടിക്കാൻ വേണ്ടി അദ്ദേഹം പഠിപ്പിച്ചു കൊടുത്തു. അത് മക്കളാണ് ഓട്ടുന്നത്, മോനും മോളുമാണ് ഈ കാള വണ്ടി ഓട്ടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇത് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി മക്കൾക്ക്. ഓക്കെ, അങ്ങനെ നമ്മൾ അന്നത്തെ ദിവസം ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൺട്രി ക്ലബിലെ ദിവസം നമ്മുടെ ടീം ഇങ്ങനെ കൺട്രി ക്ലബിൽ നിന്ന് ഇറങ്ങാനുള്ള പണിയിലാണ്. ഒരു കാര്യം ഞങ്ങൾ വിട്ടുപോയത്, എലഫന്റ് ബംഗ്ലാവിനടുത്ത് വലിയൊരു വാച്ച് ടവർ ഉണ്ട്. ഈ വാച്ച് ടവർ ആണ് ബന്ദിപ്പൂരിലെ കൺട്രി ക്ലബിന്റെ ഒരു അട്രാക്ഷൻ. ഇതിന് മേലെ കയറിയാൽ ഒരു സൂപ്പർ വൈബ്. നോക്കൂ, എവിടെയൊക്കെയാ കാണുന്നതെന്ന് പറയാൻ പറ്റില്ല. അത്രയും ഏരിയകളാണ് നമുക്ക് ഇതിൽ കാണാൻ വേണ്ടി പറ്റുക. നല്ല വീഡിയോ ഷൂട്ടിങ്ങിനുള്ള അവസരം ഇവിടെ ഉണ്ട്. നമ്മുടെ റിസോർട്ടിന്റെ മുഴുവൻ ഏരിയയും, റോഡ്, നമ്മൾ വന്ന റോഡൊക്കെ കാണാം കേട്ടോ. സിഗ്നൽ പോയിട്ട് എത്തുന്ന റോഡ്. നേരത്തെ കാളവണ്ടിക്കാരന് മറ്റൊരു ട്രിപ്പ് കിട്ടിയതാ, അദ്ദേഹം എൻജോയ് ചെയ്യാൻ കൈയൊക്കെ വീശി നമ്മളോട്. സോ വെരി ഇൻട്രസ്റ്റിംഗ്. നമ്മൾ ഈ വാച്ച് ടവറിൽ നിന്ന് കുറെ സമയം ചെലവഴിച്ചതിന് ശേഷം താഴോട്ട് ഇറങ്ങി നോക്കുമ്പോഴാണ് അടുത്തൊരു ഓപ്പർച്യൂണിറ്റി നമുക്കുള്ളത്. പിന്നെ നമുക്ക് ഉള്ളൊരു അവസരമാണ് ഇതിന് ചുറ്റുവട്ടത്ത് നടക്കാനുള്ള. പ്രായമായതൊക്കെ ഇവിടെ നടക്കുന്നത് കാണാൻ രാവിലെ. ഇത് വെഹിക്കിൾ സഫാരി ഉണ്ട്. വെഹിക്കിൾ സഫാരിക്ക് ചെറിയ പൈസ ഉണ്ട്. അതിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ഇതാ കാണുകയാണ് ആന. 4 ആനകൾ നമ്മുടെ സഫാരി വാഹനത്തിനടുത്തൂടെ അങ്ങനെ പോകുന്നതൊക്കെ കണ്ടാൽ നമുക്ക് എല്ലാം മുതലാവും, പൈസ മുതലാവും കേട്ടോ. കൺട്രി ക്ലബിൽ നിന്ന് സൂപ്പറാണ്. തിരിച്ചു പോരുമ്പോൾ നല്ല വാട്ടർ മെല്ലനൊക്കെ മേടിച്ച് മസാലയൊക്കെ പുരട്ടി നല്ല തേനൊക്കെ മേടിച്ച് പോരുമ്പോൾ സൂപ്പർ ഫൈൻ ആയിട്ടുള്ള നല്ലൊരു ദിവസം. ഭക്ഷണത്തിന് മാത്രം നമുക്ക് ചിലവുള്ളൂ, വേറൊരു ചിലവുമില്ല. കൺട്രി ക്ലബിന് ബിഗ് താങ്ക്സ്, കൺട്രി ക്ലബ് ടീം. താങ്ക് യു വെരി മച്ച്.